പരമദയനീയമായ ഒരു IPL സീസണിന് ശേഷം ഗ്ലെൻ മാക്സ്വെൽ ഉയർത്തെഴുന്നേറ്റ കഥ. ഇക്കുറി ആ കഥയിലേക്ക് ഒരു എത്തിനോട്ടമാവാം. IPL റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ കുപ്പായത്തിൽ ഓസ്ട്രേലിയൻ സൂപ്പർ താരമായ ഗ്ലെൻ മാക്സ്വെലിന്റെ ഒരു തകർപ്പൻ ഫോമിന്റെ കഥ കൂടിയാണിത്. ആ സീസണിൽ തുടർച്ചയായി രണ്ടാമത്തെ മത്സരത്തിലും അദ്ദേഹം 50 തികച്ചപ്പോൾ രാജസ്ഥാൻ റോയൽസിനെതിരെ ദുബായിൽ നടന്ന കളിയിൽ RCBക്ക് 7 വിക്കറ്റിന്റെ വമ്പൻ വിജയമാണ് IPL അന്നുണ്ടായത്. അതിനു മുമ്പത്തെ പരമദയനീയമായ സീസണിന് ശേഷം ഗ്ലെൻ മാക്സ്വെൽ യുഗം അവസാനിച്ചെന്ന് ഏവരും കഴുതിയപ്പോയായിരുന്നു RCB പൊന്നും വില കൊടുത്ത് മാക്സ്വെലിനെ ആ സമയത്ത് ടീമിലെത്തിച്ചത്. അതിനുശേഷം ആ സീസണിൽ ആദ്യ മത്സരത്തിൽ തന്നെ നമ്മൾ കണ്ടത് മറ്റൊരു മാക്സിയായിരുന്നു. കഴിഞ്ഞ ലോകകപ്പിൽ അടക്കം കണ്ട ആ ഒരു വന്യമായ മാക്സിയെ. എന്തിന്റെ പേരിലായിരുന്നു മാക്സ്വെൽ ശ്രദ്ധ നേടിയത്? അതേ കരുത്തുറ്റ മാക്സിയുടെ രൂപത്തിൽ തന്നെ അന്ന് മാക്സ്വെൽ ഉയർത്തെഴുന്നേൽക്കുകയായിരുന്നു. ആ IPL ആദ്യ പാദത്തിൽ ആദ്യ മത്സരത്തിൽ മുംബൈക്കെതിരെ കൃണാൽ പാണ്ഡ്യക്കെതിരെ സ്റ്റേഡിയവും കടന്ന ആ പടുകൂറ്റൻ സിക്സർ അടിക്കുന്നതിന് മുമ്പ് ഗ്ലെൻ മാക്സ്വെൽ IPL അവസാനമായി ഒരു സിക്സർ അടിച്ചത് അതിനും 1079 ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു. അന്ന് ഡൽഹിയിൽ വെച്ച് നടന്ന മത്സരത്തിൽ 1079 ദിവസങ്ങൾക്ക് മുമ്പ് മുംബൈയുടെ മിച്ചൽ ജോൺസണെതിരെയായിരുന്നു മാക്സിയുടെ സിക്സർ. ആ ദിവസം കൃത്യമായി പറയുകയാണെങ്കിൽ 2018 ഏപ്രിൽ 27. അതിനുശേഷം ഏതാണ്ട് 3.5 വർഷത്തിന് ശേഷമായിരുന്നു ഗ്ലെൻ മാക്സ്വെൽ IPL ഒരു സിക്സർ അടിക്കുന്നത്. അതിനു മുമ്പത്തെ സീസണിൽ ഫോമില്ലായ്മയുടെ കരകാണ കടലിലായിരുന്നു പഞ്ചാബ് ജേഴ്സിയിലായിരുന്ന സമയത്ത് മാക്സ്വെലിന്റെ വാസം. സീസൺ മുഴുവനുമായി വെടിക്കെട്ട് ബാറ്റ്സ്മാൻ ആ സമയത്ത് ആകെ നേടിയത് 106 റൺസ് ആയിരുന്നു. ഒരൊറ്റ സിക്സർ പോലും അദ്ദേഹത്തിന് അടിക്കാനുമായില്ല. അതോടെ പഞ്ചാബ് വളരെ വേഗം തന്നെ ലേലത്തിൽ വിട്ടുകൊടുത്തുകൊണ്ട് ഒഴിവാക്കിയതോടെ ആ സീസണിൽ മാക്സിയെ ഒരാളും വാങ്ങാനുണ്ടാവില്ല എന്നായിരുന്നു കരുതിയത്. എന്നാൽ വിരാട് കോഹ്ലിയുടെ വിശ്വാസത്തിലായിരുന്നു അദ്ദേഹത്തെ RCB ആ സമയത്ത് ടീമിലെടുത്തത്. തൊട്ടടുത്ത സീസണിൽ ഫോമില്ലാത്ത 19 ഇന്നിംഗ്സുകൾക്ക് ശേഷം, സിക്സർ ഇല്ലാത്ത 171 പന്തുകൾക്ക് ശേഷം ഗ്ലെൻ മാക്സ്വെൽ ബാറ്റ് ചുയറ്റി നൃത്ത ചുവടുകളോടെ പന്ത് അതിർത്തി വരെ കടത്തിയപ്പോൾ അപ്പുറത്തു നിന്നും വിരാട് കോഹ്ലിയുടെ മുഖഭാവവും ആ സമയത്ത് കൗതുകമുണർത്തിയിരുന്നു. അത്ഭുതം നിറഞ്ഞ ഒരു വൗ ഭാവം വിരാടിന്റെ മുഖത്ത് കാണാമായിരുന്നു. മാക്സ്വെലിന്റെ IPL ചരിത്രത്തിലെ 92ാമത്തെ സിക്സ് ആയിരുന്നു ആദ്യ പാദത്തിൽ കൃണാൽ പാണ്ഡ്യക്കെതിരെ അദ്ദേഹം മുംബൈക്കെതിരെ നേടിയത്. വിരാടിനും മാക്സിയുടെ ഈ ഫോമിലേക്കുള്ള വരവിൽ ക്രെഡിറ്റ് ഉണ്ട്. കാരണം ABDയെ പോലുള്ള ഒരു താരം സ്ഥിരമായി ഇറങ്ങാനുള്ള പൊസിഷനിലാണ് അദ്ദേഹത്തെ മറികടന്നുകൊണ്ട് ഗ്ലെൻ മാക്സ്വെലിനെ RCB ആ സീസണിൽ ബാറ്റിംഗിന് അയച്ചത്. രാജസ്ഥാനെതിരെയുള്ള മത്സരത്തിൽ വിജയശില്പിയായി മാക്സ്വെൽ പിന്നീട് നേടിയത് 30 പന്തിൽ പുറത്താകാതെ 50 റൺസാണ്. 6 ബൗണ്ടറികളും ഒരു സിക്സറും ഉൾപ്പെടെയായിരുന്നു അത്. ആ ഇന്നിംഗ്സോടെ ഒരു വമ്പൻ നാഴികക്കല്ലും അന്ന് മാക്സി പിന്നിടുകയുണ്ടായി. T20 ഫോർമാറ്റിൽ 7000 റൺസ് പൂർത്തിയാക്കിയ 5ാമത്തെ ഓസ്ട്രേലിയൻ താരമായി ആ മത്സരത്തിലൂടെ അദ്ദേഹം മാറുകയും ചെയ്തു. ഈ ഒരു മാജിക്കൽ റെക്കോർഡിലേക്ക് എത്താൻ, ഈ ഒരു മാജിക്കൽ സംഖ്യയിലെത്താൻ റോയൽസിനെതിരായ മത്സരത്തിൽ 26 റൺസായിരുന്നു മാക്സ്വെലിന് ആ മത്സരത്തിന് മുമ്പ് വേണ്ടിയിരുന്നത്. എന്നാൽ 50യോടെ അദ്ദേഹം എലൈറ്റ് ക്ലബിലേക്കുള്ള പ്രവേശനം ആഘോഷിക്കുകയായിരുന്നു ആ IPL. 316 ഇന്നിംഗ്സുകളിൽ നിന്നാണ് മാക്സ്വെൽ ആ സമയത്ത് 7000 റൺസിലെത്തിയത്. 151.70 എന്ന ഗംഭീര സ്ട്രൈക്ക് റേറ്റോട് കൂടിയായിരുന്നു മാക്സ്വെൽ 7000ത്തിലേക്ക് എത്തിയത്. 3 സെഞ്ചുറികളും 41 50കളും നേടിക്കഴിഞ്ഞിരുന്നു ആ സമയത്ത് അദ്ദേഹം. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പുറത്താകാതെ അദ്ദേഹം നേടിയ 145 റൺസ് ആയിരുന്നു ഉയർന്ന സ്കോർ. അപ്പോൾ മാക്സിയുടെ IPL കരിയറിലെ ഏറ്റവും മികച്ച 2ാമത്തെ സീസൺ കൂടിയായി മാറുകയുണ്ടായി ആ തിരിച്ചുവരവ് സീസൺ. അതിനു മുമ്പ് 2 തവണ മാത്രമേ അദ്ദേഹം 300 മുകളിൽ സ്കോർ ചെയ്തിരുന്നുള്ളൂ. 2014 സീസണിൽ 552 റൺസ് എടുത്തതായിരുന്നു മാക്സിയുടെ അതിനു മുമ്പത്തെ കരിയർ ബെസ്റ്റ് പ്രകടനം. 2017 310 റൺസും അദ്ദേഹം നേടിയിരുന്നു. ആ ഒരു സീസണിൽ പഞ്ചാബിൽ നിന്നും RCBയിലേക്ക് എത്തിയ ആ ഒരു സീസണിലായിരുന്നു മാക്സ്വെൽ ഫോമിലേക്ക് തന്റെ ഉയർത്തെഴുന്നേൽപ്പ് നടത്തിയത്. ആ സമയത്തെ അദ്ദേഹത്തിന്റെ ഫോം ഏറെ ശ്രദ്ധിക്കപ്പെടുകയും ദേശീയ ടീമിലടക്കം അദ്ദേഹത്തിന് ഒരു സ്ഥിര സ്ഥാനം എന്ന രൂപത്തിൽ ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ അദ്ദേഹം തന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു.